പരമ്പരാഗത നൃത്തത്തിലെ നവീന ദർശനങ്ങൾ എന്നൊരു കടിച്ചാൽ പൊട്ടാത്ത ഒരു തലക്കെട്ട് ഞങ്ങൾ ഈ കോൺവെർസേഷന് കൊടുക്കുന്നുണ്ടെങ്കിലും എനിക്കിഷ്ടം എനിക്കും നിങ്ങൾക്കും മേതിൽ ദേവിക എന്ന കൾച്ചറൽ സയൻറ്റിസ്റ്റിൽ നിന്ന്, ഡാൻസറിൽ നിന്ന് നമുക്കറിയാൻ ആഗ്രഹമുള്ള കാര്യങ്ങൾ ചിലത് ചോദിച്ചറിയാം എന്നത് മാത്രമേ ഞാൻ കരുതുന്നുള്ളൂ. തയ്യാറാക്കിയ കുറിപ്പ് ഞാൻ തൽക്കാലം അപ്പുറത്ത് വെച്ച് ചേച്ചിയോട് സംസാരിക്കാമെന്നാണ് കരുതുന്നത്. നേരത്തെ വളരെ വിപുലവും വളരെ ആധികാരികവുമായ ഒരു ഇൻട്രൊഡക്ഷൻ ശ്രീമതി ദേവികയെക്കുറിച്ച് തന്നു കഴിഞ്ഞു. പക്ഷേ എനിക്ക് അത്ഭുതം മോഹിനിയാട്ടം എന്ന് പറയുന്ന കേരളത്തിൻ്റെ തനത് നൃത്തരൂപത്തെ ഇത്രയേറെ വിപ്ലവകരമായ മാറ്റങ്ങളിലൂടെ കൊണ്ടുപോകാൻ ധൈര്യം കാണിക്കുന്ന ഒരു കലാകാരി എന്ന നിലയിൽ പരിചയപ്പെടുത്താനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ആ ധൈര്യം ഏറ്റവും തുടക്കത്തിൽ എവിടെ നിന്നാണ് വന്നത്? ആക്ച്വലി ഞാനൊരു മോഹിനിയാട്ടം ഡാൻസർ ആവണം എന്നുള്ളൊരു നിർബന്ധ ബുദ്ധി ഇല്ലാത്തതുകൊണ്ടാണ് ആ ധൈര്യം വന്നത്. ഒരു ഡാൻസർ ആവണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ സോ കോൾ മോഹിനിയാട്ടത്തിന് എനിക്കൊരു മറ്റ് ഡാൻസ് ഫോംസ് പോലെയല്ല, മോഹിനിയാട്ടത്തിനൊരു ദീർഘകാല ഗുരു എന്ന് പറയാൻ എനിക്ക് ഉണ്ടായിട്ട് പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. ബട്ട് 20 വയസ്സ് മുതൽ ഇന്ന് വരയ്ക്കും ഞാൻ എൻ്റെ വർക്കേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമ്മളൊന്നും ആരെയും കൺവിൻസ് ചെയ്യേണ്ട കാര്യമില്ല. ഒരു പ്ലേ പോലെയായിരുന്നു എനിക്ക് ആദ്യം. ഇറ്റ് വാസ് ലൈക്ക് റിയലി ലൈക്ക് നമ്മൾ ലീല എന്നൊക്കെ പറയില്ല, ഖേല എന്നൊക്കെ പറയില്ല. അപ്പം അതിൽ വന്നൊരു ധൈര്യമായിരിക്കണം. ഓരോ പെർഫോമൻസിലും ഇപ്പോൾ ഈ ഒരു ആദ്യം വാലിഡേഷൻ്റെ ആവശ്യമില്ല, കിട്ടിയാൽ കിട്ടി. പിന്നെ എനിക്ക് ഈ സോ കോൾഡ് ആരും ഇത് ശരിയാണ് അല്ല എന്ന് പറയാൻ ഐ ഡിഡ്ന്റ് ഹാവ് ദാറ്റ് കൈൻഡ് ഓഫ് പേഴ്സൺ അങ്ങനെ. പക്ഷെ ഓരോ വർക്ക് ചെയ്യുമ്പോഴും പുതിയതായി വന്നു തുടങ്ങി. പിന്നെ ഈ പറയുന്ന പോലെ റെവല്യൂഷണറി ഒന്നും ഞാൻ ചിന്തിക്കുന്നില്ല, ഞാൻ ചെയ്യുന്നു എന്നേ ഉള്ളൂ. അതാ ചെയ്തു വരുമ്പോഴേക്കും അങ്ങനെ ആയി തീരുകയാണ്, അത് റെവല്യൂഷനായി മാറുന്നതാണ്. ഞാൻ ചോദിക്കാൻ കാരണം, നമുക്കറിയാം കേരള സമൂഹം എന്ന് പറയുന്നത് അതിൻ്റെ കലകളിലായാലും സംസ്കാരത്തിലായാലും ഒക്കെ ഒരു നിർബന്ധ ബുദ്ധിയുള്ളൊരു സമൂഹമാണ്. കുറച്ച് നിർബന്ധ ബുദ്ധിയുണ്ട്. അതിൽ വലിയ മാറ്റങ്ങളൊക്കെ വരുമ്പോൾ ഒരിത്തിരി റിലക്റ്റൻ്റായി അല്ലെങ്കിൽ കുറച്ച് റെസിസ്റ്റൻ്റ് കൂടിയാണ്, ഒരു പ്രതിരോധം കാണിക്കും. ഇതിങ്ങനെയാണോ, മേതിൽ ദേവിക ചെയ്യുന്ന ഡാൻസ് ആണോ എന്ന് ചോദിച്ച ആൾക്കാരുണ്ട് അല്ലേ. അവരുടെ മുമ്പിലേക്കാണ് ഇതുപോലെയുള്ള എല്ലാ വേദികളിലും ഒരു നിറസാന്നിധ്യമായി അവരത് അംഗീകരിക്കും. പക്ഷേ മോഹിനിയാട്ടാണോ എന്നല്ലേ, സോറി കറക്റ്റ്, മോഹിനിയാട്ടാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ശരിയാണ്. കാരണം നമ്മൾ കണ്ടിട്ടുള്ള വെള്ള കസവിൽ സൈഡിൽ മുടിയൊക്കെ കെട്ടിവെച്ച് ഇതുവരെ കണ്ടിട്ടുള്ള മോഹിനിയാട്ടത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. ഉച്ചലയിലെ തെയ്യത്തിൻ്റെ കണ്ണും തെയ്യത്തിൻ്റെ ഇതിനെന്താ പല്ലും വെച്ചിട്ടുള്ള ഒരു പെർഫോമൻസ് കാണുമ്പോൾ ശരിയാണ്, അത് മോഹിനിയാട്ടമാണോ എന്ന് വേണമെങ്കിൽ സംശയിക്കാം. പക്ഷേ അത് കൃത്യമായും മോഹിനിയാട്ടത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളിൽ നിന്ന് വിടാതെ അതിൻ്റെ ഒരു എന്താ മേതിൽ ദേവിക വേർഷനാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിക്കാൻ കാരണം, ആ ഒരു റെസിസ്റ്റൻസിനെ മറികടന്ന് എനിക്കിഷ്ടമുള്ളത്, എനിക്ക് സന്തോഷം തരുന്നത്, എനിക്ക് പ്രേക്ഷകരുമായി സംവദിക്കാൻ കഴിയുന്നത്, ആ നിലയിലേക്ക് എത്തുന്ന ഒരു ധൈര്യം ഏത് സ്റ്റേജ് തുടക്കം തൊട്ടേ അതുണ്ടായിരുന്നു? ഇതൊരു പെട്ടെന്ന് വരുന്നതല്ലല്ലോ. എപ്പോഴും ഒരു ഡാൻസറിന് കുറേ സ്റ്റെപ്സ് ഉണ്ട്. ആദ്യം ട്രെയിനിങ് ഫേസ്, പിന്നെ പ്രാക്ടീസ് ഫേസ്. എത്രയോ വർഷം ട്രെയിൻ ചെയ്ത് കഴിഞ്ഞ് പ്രാക്ടീസ് ചെയ്ത് പിന്നെ നമ്മൾ സ്റ്റേജിൽ അത്രയും കുറേ സ്റ്റേജസ് ചെയ്യുന്നു. പിന്നെ അത് കഴിഞ്ഞ് അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മൾ ആ നോംസിന് ചട്ടക്കൂട്ടത്തിൽ നിന്നുകൊണ്ട് നമ്മുടെ സൃഷ്ടി ഉണ്ടാക്കുന്നു. പിന്നെ അത് കഴിഞ്ഞാൽ ചട്ടക്കൂട്ട് ചെറുതായി മാറിയിട്ട് അത് എക്സ്റ്റെൻഡ് ചെയ്ത് നമ്മുടെ ചില സെൽഫ് എക്സ്പ്രഷനുകൾ കൊടുക്കുന്നു. പിന്നെ അതുമൊന്നും ഇല്ലാണ്ട് നമുക്ക് ഇഷ്ടമുള്ള സാധനം അടുത്ത സ്റ്റേജിൽ കൊടുക്കാൻ തുടങ്ങുന്നു, ഇതൊന്നും നോക്കാണ്ട്. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചോളം ഇതൊക്കെ മാറി പീപ്പിൾ ഓർ ദി ഓഡിയൻസ് അവരുടെ ഒരു പൊസിഷനിൽ നിന്നുകൊണ്ട് ഇതെങ്ങനെ ഡെലിവർ ചെയ്യാമെന്ന് പറയുന്നത്. പിന്നെ ഈ പറയുന്ന മോഹിനിയാട്ടത്തിൻ്റെ എന്താ ചട്ടക്കൂട്ടോ ചോദിച്ചാൽ ഈ ചട്ടക്കൂട്ട് എനിക്ക് തന്നെ അറിയില്ല. നമുക്ക് ഈ പറഞ്ഞു തരുന്ന ഹിസ്റ്ററി എന്നല്ലേ ഉള്ളൂ. ഇതിനിപ്പോൾ ഒരു പാസ്റ്റ് ഹിസ്റ്ററി എന്തായിരുന്നു, വളരെ റീസെൻ്റായിട്ട് നമുക്ക് അതിൻ്റെ ഒരു ഹിസ്റ്റോറിക്കൽ, പക്ഷെ എന്തായിരുന്നു പാസ്റ്റ്, അതിൻ്റെ ലൈനേജും ട്രഡീഷൻസും. ഭരതനാട്യത്തിൻ്റെ അത്രയ്ക്കും ഒരു ലൈനേജ് അതിനുണ്ടായിട്ടില്ല, ഉണ്ടെങ്കിലും എവിടെയൊക്കെയോ കട്ടായിപ്പോയി. പിന്നെ ഈ പറയുന്ന ആർട്ട് ഫോം തന്നെ ആക്ച്വലി സ്പീക്കിംഗ് ആരാണ് ഇതിനെ മോഹിനിയാട്ടം എന്ന് പറഞ്ഞ് ഡിക്റ്റേറ്റ് ചെയ്തിരിക്കുന്നത്? ആക്ച്വലി മെന്നാണ്. It's just like fine art, 15
ഒരു നമ്മളിപ്പോൾ ഒരു എക്സിബിഷനിൽ ഒരു കുറേ കാലം മുമ്പ് പോണ വരെ യു വിൽ ഓൺലി ഫൈൻഡ് മെയിൽ artists, right? Not many people know the female artists. Also, art is also propagated by ഒരു വുമൺ കമ്പോസർ ഉണ്ടോ നമ്മുടെ ഈ ഒരു ആർട്ട് ഫോമിന്? അപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ കലാമണ്ഡലത്തിൽ ഇഷ്ടം പോലെ പിക്ചേഴ്സ് ഉണ്ട്. വളരെ കുറച്ച് ഒന്നോ രണ്ടോ വിമനെ കാണാം. പറയാൻ അവിടെ മോനിയാട്ടം ഒക്കെ അവിടെ ഉണ്ട് അല്ലേ? അതേപോലെ കമ്പോസേഴ്സിനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളിന്നും ഈ പറയുന്ന മഹാരാജ സ്വാതി തിരുനാളും ഇറൈമൻ തമ്പിയും ജയദേവരും ദീക്ഷിതരും യു ആർ ടോക്കിംഗ് അബൌട്ട് ഒരു വുമൺ സെൻട്രിക് സപ്പോസ് ടു ബി. ഇതാരാ അപ്പോൾ ഇത് വുമണാണ് എന്ന് ഡിഫൈൻ ചെയ്യുന്നത്? അല്ല, കലാമണ്ഡലത്തിൽ ആക്ച്വലി മഹാകവി വള്ളത്തോളും എ കെ രാജ തന്നെയാണ്. സോ അതിന്നൊക്കെ മാറി ചിന്തിക്കാനും വൈ ഷുഡ് ഐ ഓർ ഇതിങ്ങനെ തന്നെ നിന്നാൽ മതിയോ? ഇപ്പം ഞാൻ പേഴ്സണലി അതിൻ്റെ മീഡിയം മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. പിന്നെ വേറൊരു കാര്യമുണ്ട്, നമ്മൾ ആ ചട്ടക്കൂടിൽ കുറേ കാലം നിന്ന് പയറ്റിയത് കൊണ്ടാണ് അത് നമ്മൾ ബ്രേക്ക് ചെയ്യുന്നത് പോലും അറിയില്ല. ഇഫ് യു ലുക്ക് അറ്റ് ഭരതാസ് നാട്യശാസ്ത്ര ഓൾസോ, ഈ ചിത്രാഭിനയ സ്പെഷ്യൽ റെപ്രസെൻറ്റേഷൻ എന്നുള്ളൊരു ചാപ്റ്റർ ഉണ്ട്. അതാർക്കും ആക്ച്വലി നോബഡി ഇഫ് യു ആസ്ക് എനി സ്റ്റുഡൻറ്റ് അവർ അറിയില്ല പറയും. അതിൽ മെയിനായി പറയുന്നത് തന്നെ ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്, പക്ഷേ ഇതൊന്നും ഇല്ലാണ്ട് ഇതിൽക്കപ്പുറം ഹൗ ക്യാൻ an ആർട്ടിസ്റ്റ് പെർഫോം. പക്ഷെ അതിന് ഇത്രയും സംഭവങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഞാൻ ക്രിയേറ്റിംഗ് ഫോർ ദ സേക്ക് ഓഫ് ക്രിയേറ്റിംഗ് അല്ല. ഇത് ഒരു ക്രിയേഷൻ ഓട്ടോമാറ്റിക്കലി ഒരു സ്റ്റേജ് കഴിയുമ്പോൾ, അത്രയും നമ്മൾ ചെയ്തതുകൊണ്ട് ഒരു സ്റ്റേജ് കഴിയുമ്പോൾ അത് ഔട്ട് ഓഫ് ദ ബോക്സ് ആവുകയും അത് ആൾക്കാരുമായി വളരെ കണക്റ്റഡായി നിൽക്കുകയും ചെയ്യും. അപ്പോൾ എനിക്ക് തോന്നുന്നു ഓഡിയൻസ് ഒരു വലിയൊരു ഘടകമാണ്. ഓഡിയൻസിന് പറ്റാത്ത വേറെ കുറേ കാര്യങ്ങൾ ഇപ്പോൾ നമ്മളിപ്പോൾ വളരെ മിസ്റ്റിക്കലായിട്ടുള്ള ഈസോട്രിക് ആയിട്ടുള്ള വർക്കൊക്കെ അത് വീട്ടിലിരുന്ന് ചെയ്യാമല്ലോ. അപ്പോൾ ഇതിൻ്റെ തന്നെ ഒരുപാട് വേർഷൻസ് ഉണ്ട്. ചിലത് എൻ്റർടൈനിങ് ആവാം, ചിലത് ഒരു വളരെ അബ്സ്ട്രാക്റ്റ് ആവാം. എല്ലാവരെയും അറിയിച്ചോളണം എന്നൊന്നുമില്ല, ബട്ട് ചിലത് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുണ്ടാവാം. പിന്നെ ഈ ലൈക്ക് ഐ സെഡ്, ഇപ്പോൾ നമ്മളിപ്പോഴും എല്ലാ ശാസ്ത്രത്തിലും ഇപ്പോൾ ലിംഗ്വിസ്റ്റിക് ആയാലും നമ്മുടെ ഇപ്പോൾ ധ്വന്യാലോകയായാലും ഇപ്പോൾ നമ്മുടെ ഏസ്തറ്റിക് ട്രഡീഷൻസ് ആയാലും എപ്പോഴും ഈ പ്രേക്ഷക എന്ന് പറയുന്ന എല്ലാ ഫെക്കൾട്ടീസും വർക്ക് ചെയ്യുന്ന നല്ലോണം പ്രേക്ഷകരും അത്ര തന്നെ കേൾപ്പുള്ള ആൾക്കാരായിരിക്കണം. ബട്ട് ദേ നെവർ അഡ്രസ് പീപ്പിൾ വിത്തൗട്ട് ദിസ്. ആ കപ്പാസിറ്റി ഇല്ലാത്ത ആൾക്കാരെയൊന്നും അഡ്രസ്സ് ചെയ്യുന്നില്ല നമ്മുടെ ശാസ്ത്രം.